Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. ഇനി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹാൻ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കൈതപ്രത്തെ രാധാകൃഷ്ണൻ വധക്കേസിൽ തോക്ക് നൽകിയ പ്രതി അറസ്റ്റിലായി. പെരുമ്പടവ് സ്വദേശി സജോ ജോസഫിനെയാണ് കേസന്വേഷിക്കുന്ന പരിയാരം എസ്എച്ച്ഒ MP വിനീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള AKP അവാർഡ് കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഏറ്റുവാങ്ങി. അനുസ്മരണ പരിപാടി എഴുത്തുകാരിയും കോളമിസ്റ്റുമായ സുധാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവെള്ളൂരിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം PV വത്സല ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൈതപ്രത്തെ രാധാകൃഷ്ണൻ വധക്കേസിൽ തോക്ക് നൽകിയ പ്രതി അറസ്റ്റിലായി. പെരുമ്പടവ് സ്വദേശി സജോ ജോസഫിനെയാണ് കേസ് അന്വേഷിക്കുന്ന പരിയാരം എസ്എച്ച്ഒ MP വിനീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. കൈതപ്രത്തെ KK രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. പെരുമ്പടവ് സ്വദേശി സജോ ജോസഫിനെയാണ് കേസന്വേഷിക്കുന്ന പരിയാരം SHO MP വിനീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ KL 60A 3401 ആൾട്ടോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിലെ പ്രതി സന്തോഷിന് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന തോക്ക് നൽകിയത് സജോയാണെന്ന് ചോദ്യം ചെയ്യലിൽ സന്തോഷ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സജോയുടെ കാറിലാണ് തോക്ക് പെരുമ്പടവിൽ എത്തിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. സന്തോഷ് ഈ തോക്കുമായി കൈതപ്രത്തെത്തി രാധാകൃഷ്ണനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. SI C സനീത്, ASI ചന്ദ്രൻ, CPO ഷിബു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മാർച്ച് 20-നാണ് രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. ആശ്വാസ് ഭവന പദ്ധതി പ്രകാരം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷിക സമ്മാനമായാണ് കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് 6 കോടി രൂപ ചെലവിൽ പദ്ധതി ആരംഭിച്ചത്. 2022 ഏപ്രിൽ 18-ന് ഭവന നിർമ്മാണ മന്ത്രി K രാജനാണ് തറക്കല്ലിട്ടത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. 6 കോടി രൂപ ചെലവിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 106 പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുന്ന 3 നില കെട്ടിടമാണ് പണിയുന്നത്. മെഡിക്കൽ കോളേജിന്റെ 50 സെന്റ് സ്ഥലം ഇതിനായി വിട്ടു നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 10 ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 8 കിടക്കകളുള്ള ഡോർമെട്രിയുമാണ് ഉണ്ടാവുക. 1ാം നിലയിൽ 12 ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 64 കിടക്കകളുള്ള ഡോർമെട്രിയും 2ാം നിലയിൽ 12 മുറികളുമാണ് ഉണ്ടാവുക. മെഡിക്കൽ കോളേജും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും സംയുക്തമായാണ് നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത്.
മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വാടക കെട്ടിടം ആശ്വാസ് ഭവന പദ്ധതി പ്രകാരം ഇവിടെ പരിയാരത്ത് ഒരുങ്ങുകയാണ്. 2022 മന്ത്രി കെ രാജനാണ് ഇതിന്റെ തറക്കല്ലിട്ടത്. 2023 കൂടിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. ഈ ഘട്ടത്തിലും പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും ഫണ്ടിന്റെ ലഭ്യതക്കുറവൊക്കെ കൊണ്ട് വേഗതയിലല്ല പണി പൂർത്തീകരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് പൂർണ്ണമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്ന സമയത്ത് ഏറ്റവും ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറ്റവും ആശ്വാസമുള്ള ഒരു പദ്ധതിയായി തന്നെ മാറും. മിതമായ നിരക്കിൽ സുഖ സൗകര്യങ്ങളോടുകൂടി ഒരു മുറി അവർക്ക് ലഭിക്കും. 106 പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളും ഡോർമെറ്ററികളും ഒക്കെയാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് പരിയാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്വാസ് ഭവന പദ്ധതിയിൽ ഇവിടെ ഒരുങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ. നരീക്കാംവള്ളിയിലെ ഓട്ടോ സ്റ്റാൻഡും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉൾപ്പെടെയുള്ള ഇടം തീർത്തും വ്യത്യസ്തമാണ്. പ്രകൃതിയൊരുക്കിയ നൈസർഗികമായ തണലും കുളിർമയും പകർന്നു നൽകുന്ന പോസിറ്റിവിറ്റിയും എല്ലാവരുമായും പങ്കുവയ്ക്കുകയാണ് ഇവിടെയുള്ളവർ. നരീക്കാംവള്ളി ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ അടുത്താണ് ഞാനുള്ളത്. ഇവിടെയുള്ള വൻ മരങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ. ഇവിടെയുള്ളവർക്കൊക്കെ നൽകുന്ന ഒരു തണലും കുളിർമയും ഒക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് പോലും ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തണലാണ്, കുളിർമയാണ് എന്നൊക്കെയാണ് ഇവിടെയുള്ളവർ പങ്കുവെക്കുന്നതും. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോക്കാരൊക്കെയും വളരെ ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എത്തി ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ഷീണം മുഴുവൻ മാറിപ്പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അവരുടെയൊക്കെ അനുഭവങ്ങളൊന്ന് കേട്ടുവരാം. ഓട്ടോ സ്റ്റാൻഡിൽ വാഹനം വെക്കുന്നവർക്കും വലിയ അനുഗ്രഹം തന്നെയാണ് ഈ മരങ്ങൾ നൽകുന്നത്. അല്ല, എങ്ങനെയുണ്ട് ഒരു അനുഭവം? എങ്ങനെയുണ്ട് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വെയിലൊന്ന് വന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് സമയം 5 മിനിറ്റ് വിശ്രമിക്കുമ്പോൾ നല്ല നമുക്ക് നമ്മുടെ സുഖം കിട്ടുന്നുണ്ട്. പുറത്ത് ഓടി വന്ന ക്ഷീണം മാറ്റണം. 10 മിനിറ്റ് ഇരുന്നാണ്. അതെ, നമ്മള് ഭയങ്കര ചൂടാണല്ലോ, പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പൊ വാഹനങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് കയറാൻ തന്നെ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. അതൊന്നുമില്ല. നമുക്ക് എത്ര ഓടി വന്നു കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ക്ഷീണമെല്ലാം മാറണം. നമ്മൾ ഈ ചെറുതാഴം പഞ്ചായത്തിൽ ഈ 3-ാം വാർഡിൽ തന്നെ നല്ലൊരു ഓട്ടോ സ്റ്റാൻഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ തണലും കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ്. ഇപ്പൊ ഈ ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ ബന്ധപ്പെട്ടിട്ട് എല്ലായിടത്തും ഈ ബസ് സ്റ്റാൻഡ് പോകുന്നു, ബസ് സ്റ്റോപ്പ് പോകുന്നു, വാഹനങ്ങൾ വെക്കാൻ ഓട്ടോ സ്റ്റാൻഡ് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഇതുപോലെ റോഡ് ഒരു അല്ലെ വികസനം വരുന്നത് 7 മീറ്റർ ആകുമ്പോൾ ഇതെല്ലാം പോകുന്ന വരുന്നു. അന്നേരം നമുക്ക് ഇതിന്റെ ഭവിഷ്യത്തിൽ നിന്നാണെന്ന് അറിയാൻ പറ്റും. അതില് അതിന്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. വികസനം വന്നല്ലേ പറ്റൂ. നിങ്ങളുടെയൊക്കെ ഒരു അനുഭവം എന്താണ്? ഒന്നുമില്ല, ഈ മരം തന്നെ നമ്മൾ എത്തുന്നില്ല തണല്. യാത്ര സ്റ്റാൻഡെല്ലാം പോയി ഭയങ്കര അവസ്ഥയാണ്. ഭയങ്കര ചൂടും പൊടിയെല്ലായിട്ട് അവർ അനുഭവിക്കുന്നത് ഭയങ്കര കഷ്ടത്തിലാണ്. പിന്നെ നമുക്കിത് ഭയങ്കര ദൈവം പോലത്തെ ഒരു മരമാണ്. അതെ, നമ്മളിപ്പോ ഈ കോൺക്രീറ്റ് കൊണ്ടൊക്കെ തണലുണ്ടാക്കിയെടുത്താൽ അതിനകത്ത് ഭയങ്കര ചൂടാണെന്ന് പറയാറുണ്ട്. ഇത് പ്രകൃതിദത്തമായൊരു തണല് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാവും. ഇതിൻ്റെ നല്ല നമുക്ക് ഏറ്റവും നല്ല തണുപ്പ് വരുന്ന സ്ഥലം തന്നെ ഇത്. ഈ ചെറുതാഴം പഞ്ചായത്തിൽ ഇതുപോലെ തണൽ കിട്ടുന്ന ഒരു സ്റ്റാൻഡ് അറിയില്ല. ഓട്ടോ റോഡായാലും രാത്രിയായാലും ഇവിടെ നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്നത്. എവിടെ ഓടിപ്പോയിട്ട് വന്നാലും ഇവിടെ കുറച്ചും വെച്ചിരിക്കുന്നു തണുപ്പ്. ഈ പറഞ്ഞതുപോലെ റോഡ് വീതി കൂട്ടാനും മരം പോകാനും ഒക്കെ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വികസനം വേണമല്ലോ.
ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡരികിലെ മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കിയിരുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോഴില്ല, അതുപോലെ ബസ് സ്റ്റോപ്പുകളില്ല. പൊരിവെയിലിൽ നിന്നാണ് ആളുകൾ വാഹനത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോഴാണ് നരീക്കമ്പള്ളിയിലെ ഈ ബസ് സ്റ്റോപ്പും ഈ ഓട്ടോ സ്റ്റാൻഡും ഒക്കെ വ്യത്യസ്തമാകുന്നത്. അവർക്ക് പറയാനുള്ളത് കുളിർമയുള്ള വാർത്തകൾ മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയും ഈ റോഡ് വീതി കൂട്ടാൻ പോകുന്നു. അപ്പോൾ ഈ മരങ്ങളൊക്കെ ചിലപ്പോൾ ഓർമ്മയായേക്കാം, ഈ സൗഭാഗ്യത്തിൻ്റെ നാളുകളൊക്കെ അസ്തമിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മഴക്കാലം വരുമ്പോൾ കൊമ്പ് പൊട്ടി വീഴുന്നതും അങ്ങനെയുള്ള ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ മരം നൽകുന്ന ആശ്വാസം അവർക്ക് ചെറുതൊന്നും ആയിരുന്നില്ല. അവരുടെ ആ ഒരു വേദന എത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു വികസനം എന്തായാലും ആവശ്യമാണ്, എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഉണ്ടാകില്ലേ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ളതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവമ്പയ്ക്കൊപ്പം KN വർഷ. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള AKP അവാർഡ് കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഏറ്റുവാങ്ങി. അനുസ്മരണ പരിപാടി എഴുത്തുകാരിയും കോളമിസ്റ്റുമായ സുധാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനുമായ വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള AKP അവാർഡ് കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഏറ്റുവാങ്ങി. സതനം നാരായണൻ അവാർഡ് സമ്മാനിച്ചു. കൃഷ്ണസദനത്തിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടി എഴുത്തുകാരിയും കോളമിസ്റ്റുമായ സുധാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മണ്ഡലങ്ങളിലും, അത് ബഹുഭാഷാ പാണ്ഡിത്യമായാലും സാഹിത്യമായാലും നാടകമായാലും നാടൻകലയായാലും സ്വാതന്ത്ര്യ സമര പോരാട്ടമായാലും സാംസ്കാരിക പ്രവർത്തനമായാലും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലായാലും അധ്യാപനമായാലും പ്രഭാഷണമായാലും തമാശയായാലും മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിലായാലും എല്ലാത്തിലും അനന്യമായ ഒരു AKP ടച്ച് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ PK ഗോപി സാറ് ഈ കവിതയായാലും ബാലസാഹിത്യമായാലും ഓർമ്മകളായാലും പ്രസംഗമായാലും നാടകമായാലും താൻ ഏറ്റെടുത്ത എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ മൗലികമായ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മനുഷ്യരുടെ ഒരാളുടെ ഓർമ്മ, ആ ഓർമ്മയ്ക്കായുള്ള പുരസ്കാരം മറ്റൊരു മഹാമനുഷ്യൻ ഏറ്റുവാങ്ങുന്നു. സതനം നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ E ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. പാചകരത്നം KU ദാമോദര പൊതുവാൾ, നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ സമ്മാനം നേടിയ PM ദാമോദരൻ അടിയോടി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വാർഡ് കൗൺസിലർ A ശോഭ ടീച്ചർ, കവി PK ഗോപി, KP വിജയകൃഷ്ണൻ, TP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് PK ഗോപിയുടെ കവിതകളും ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ട് പാണപ്പുഴ പത്മനാഭൻ പണിക്കരും വന്ദന പണിക്കരും നേതൃത്വം നൽകിയ ഗോപി വസന്തം സംഗീത പരിപാടിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവെള്ളൂരിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം PV വത്സല ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ പ്രചരണ ജാഥയാണ് ഈ വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവെള്ളൂർ മണക്കാട് SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ ഉദ്ഘാടനം ചെയ്ത കാൽനട പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗം അന്ന് പറഞ്ഞു, ഇന്ത്യ എന്നുള്ളത് ഹിന്ദുക്കളുടെ രാജ്യമാകണം. മറ്റൊരു വിഭാഗം പറഞ്ഞു, ഇന്ത്യ എന്നുള്ളത് മുസ്ലിങ്ങളുടെ രാജ്യമാകണം. ഇന്ത്യ എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ രാജ്യമായിരിക്കണം. ഇന്ത്യ എന്നുള്ളത് ജൈനരുടെ രാജ്യമായിരിക്കണം. ഇന്ത്യ എന്നുള്ളത് പാഴ്സിയുടെ രാജ്യമായിരിക്കണം. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരു മതത്തിന്റെ പേരിലല്ല ഇന്ത്യ രാജ്യം അറിയപ്പെടേണ്ടത് എന്നും ഇന്ത്യ എന്നുള്ളത് ഒരു മതേതര രാജ്യമായിരിക്കണം എന്നുള്ള തീരുമാനമാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അന്ന് നാം ഏറ്റെടുത്തത്. അങ്ങനെയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എല്ലാം വിഭിന്നമായി ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി ഇന്ത്യ മാറിയത്. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ആർഷഭാരത സംസ്കാരമാണ്. P ശ്യാമള ജാഥ ലീഡറും KV ലളിത ജാഥ മാനേജറുമായാണ് ജാഥ നടക്കുന്നത്. KP സേതുമാധവൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. A ശോഭ ടീച്ചർ, P ജ്യോതി, VK നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
കോടതി ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ കൂട്ടായ്മയായ ഒപ്പമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡി.കെ. ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്യായമായ കോർട്ട് ഫീസ് വർധനവ് സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അഡ്വക്കേറ്റ് ഡി.കെ. ഗോപിനാഥ് പറഞ്ഞു. കോടതി ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഒപ്പമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ₹20 കോർട്ട് ഫീ അടക്കേണ്ട സ്ഥിതി വന്നാൽ സാധാരണക്കാരന് കോടതിയിൽ കയറി വരാൻ സാധിക്കില്ല. കേരളത്തിലെ ഭൂമാഫിയകൾക്കും പുത്തൻ പണക്കാർക്കും ധനികന്മാർക്കും മാത്രമായി നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് 1/4/2025 മുതൽ കേരളത്തിൽ നടപ്പാക്കിയ ഏറ്റവും ഭീകരമായ, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഈ കോർട്ട് ഫീ വർധനവ് നടപ്പിലായിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ മേൽ നീതി നിഷേധിക്കലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് വാഴവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ബ്രിജേഷ് കുമാർ, മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരായ പി. പ്രഭാകരൻ, കെ. വി. ശശിധരൻ നമ്പ്യാർ, രവീന്ദ്രൻ VK, കെ. പത്മനാഭൻ, DK. കുഞ്ഞിക്കണ്ണൻ, കെ. പ്രേംകുമാർ, സനു PJ, അഭിഭാഷക ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മനോഹരൻ പയ്യന്നൂർക്കാരൻ, കെ. ഷീജ, സുമേഷ് തോമസ്, TV. മധുസൂദനൻ, മുരളി പള്ളത്ത്, നിവേദ് KV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 40 വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന യുണീക് കൊക്കാനിശ്ശേരി നടത്തുന്ന ചെണ്ടമേളം പരിശീലനം കാണാൻ കവിയും ഗാനരചയിതാവുമായ PK ഗോപി എത്തി. ഫോക്ലാൻഡ് പയ്യന്നൂരിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം. യുണീക് കൊക്കാനിശ്ശേരി നടത്തുന്ന ചെണ്ടമേളം പരിശീലനം കാണുന്നതിനായി കവിയും ഗാനരചയിതാവുമായ PK ഗോപി എത്തിയത് സംഘത്തിന് ഏറെ ആവേശം നൽകി. നിരവധി കുട്ടികളെ ചെണ്ടമേളം പരിശീലിപ്പിച്ച് ശ്രദ്ധേയനായ പയ്യന്നൂർ സുധിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. അപ്പോൾ സുധി സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഗ്രാമഗുരുവാണ്, താളഗുരുവാണ്, ഒരു ഭാഷാഗുരുവാണ്, ഒരു സ്നേഹഗുരുവാണ്, ഇതെല്ലാമാണ്. ഇത് ഈ വീടിൻ്റെ മുറ്റത്ത് അനുഗ്രഹീതമായ വീടാണ്. ഈ താളമൊന്നും എങ്ങും പോകത്തില്ല, ഇതിവിടെ ലയിച്ച് കിടക്കും, വിലയം പ്രാപിച്ചു കിടക്കും. നാളെ ഇവിടെ വരുന്നവർക്ക് ഈ താളം ശ്വസിക്കാൻ പറ്റും, ഇവിടെ ശാന്തമാകും. ഇവിടെ വേറെ ഒന്നും അല്ലല്ലോ പറയുന്നത്, ഇവിടെ കലയുടെ ശാന്തിയുണ്ട്, ഇവിടെ താളത്തിൻ്റെ ശാന്തിയുണ്ട്. ഇതിവിടെ തന്നെ വിലയം പ്രാപിച്ച് കിടക്കും. അടുത്ത വർഷം ഈ മാവ് കൂടുതൽ പൂക്കും, അടുത്ത വർഷം ഈ മന്ദാരം കൂടുതൽ പൂവിടും. കാരണം അവർക്കത് മനസ്സിലാകും. ഈ കൃഷികൾക്ക്, ഈ പച്ചിലകൾക്ക്, ഇതെല്ലാം ഇതിൻ്റെ ഹരിതാഭയ്ക്ക് കൂടുതൽ മേന്മയുണ്ടാകും. ഹരിതകം എന്ന് പറയുന്നത് എന്താ? ക്ലോറോഫിൽ. 1 ഗ്രാമിന് 3000 രൂപ വിലയുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്നുള്ളതേ ഉള്ളൂ. ഈ ഹരിതകം കൂടുതൽ പുഷ്ടിപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ സ്നേഹസമ്പർക്കം ഉണ്ടാകണം. ഇതൊരു വലിയ താള സമ്പർക്കമാണ്. ഇത് പൊലിക്കട്ടെ, ഇത് കൂടുതൽ പുരോഗമിക്കട്ടെ. നിങ്ങളുടെ മക്കൾ സംസ്കാര സമ്പന്നരായി വളരാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൈ ഇങ്ങനെ ഞാൻ ബലത്തെ പിടിച്ചിരിക്കുന്നത് ഈ കൈ താള സമന്വയത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്നുള്ളത് കൊണ്ടാണ്. പയ്യന്നൂർ സുധിയുടെ ഈ രംഗത്തെ ആത്മസമർപ്പണത്തെ ഏറെ അഭിനന്ദിച്ചാണ് PK ഗോപി മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിശുദ്ധവാരങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ കുരിശിന്റെ വഴിയും മരണശയ്യയിലായ ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നഗരി കാണിക്കൽ പ്രദക്ഷിണവും നടന്നു. ഇടവക വികാരി ഫാദർ ലിൻഡോ സ്റ്റാൻലി നേതൃത്വം നൽകി. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു ഭക്താനുഷ്ഠാനമാണ് നഗരി കാണിക്കൽ പ്രദക്ഷിണം. മരിച്ചുകിടക്കുന്ന കർത്താവിന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് ഭക്തസമൂഹം നാടും നഗരവും ചുറ്റി നടന്ന മരണം വിളംബരം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ
തങ്കിപ്പള്ളിയിൽ ഈ ചടങ്ങ് വളരെ പ്രചാരത്തിലുള്ളതാണ്. തിരുസ്വരൂപത്തിനു മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ലഭിക്കുന്നതായാണ് വിശ്വാസം. സമസ്ത മേഖലകളിലും സമാധാനവും അനുഗ്രഹവും ലഭിച്ച് ലഹരി വിമുക്തമായ നല്ല തലമുറകൾ ഉണ്ടാകാനും വേണ്ടിയാണ് പയ്യന്നൂരിൽ ഈ തിരുസ്വരൂപം കൊണ്ടുവന്നപ്പോൾ പ്രധാനമായും ആഗ്രഹിക്കുന്നതെന്ന് ചടങ്ങിന് നേതൃത്വം നൽകിയ ഇടവക വികാരി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിന് ഏപ്രിൽ 20 കളത്തിലരിയും പാട്ടോടെ സമാപനമാകും. 7 നാൾ നീണ്ടുനിന്ന മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. അന്നദാനം കൊണ്ട് പുകൾപ്പെട്ട ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും. വിഷു സംക്രമ ദിനത്തിൽ തിരുവത്താഴത്തിന് ശേഷം മേൽശാന്തി നാരായണമംഗലത്തിലെത്തി മാധവൻ നമ്പൂതിരി അരിയളന്നുകൊണ്ടായിരുന്നു ഉത്സവം ആരംഭിച്ചത്. വിവിധ ദിവസങ്ങളിൽ ഉത്സവം പുറത്തെഴുന്നള്ളിക്കൽ, തിടമ്പ് നൃത്തം, ചെറുകുന്ന് കണ്ണപുരം ഇരുനാവ് ദേശവാസികളുടെയും പറശ്ശിനി മടപ്പുര എന്നിവരുടെയും കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടന്നു. 20 പുലർച്ചെ 2:30 ചന്തം, രാവിലെ 4 ചിറപ്രദക്ഷിണം, തിടമ്പ് നൃത്തം, വെടിക്കോട്ടയിൽ എഴുന്നള്ളിപ്പ്, ആചാര വെടിക്കെട്ട് എന്നിവ നടക്കും. രാവിലെ 6 അകത്തെഴുന്നള്ളിപ്പ്, 20 രാത്രി 10 കളത്തിലരിയും പാട്ടോടെ ഉത്സവം സമാപിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി മംഗളായി സൈ PR ഗണേശനും സംഘവും അവതരിപ്പിച്ച നാദസ്വര കച്ചേരിയും ചാക്യാർകൂത്ത്, തായമ്പക, കേളി, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിഷുവിളക്കുത്സവം നടക്കുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരം ദിവസേന ശുചീകരിച്ച് ഹരിതസേന. ചെറുകുന്ന് കണ്ണപുരം പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങളാണ് അതിരാവിലെ എത്തി ഇവിടം വൃത്തിയാക്കുന്നത്. ശുചിത്വ രംഗത്ത് മികച്ച മാതൃകയാണ് ഇവർ തീർക്കുന്നത്. ചെറുകുന്ന് കണ്ണപുരം പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നിടത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രമുള്ളത്. പല ദേശക്കാരുടെ ഉത്സവം, നിരവധി ആളുകൾ ഒത്തുചേരുന്ന ഒരുമയുടെ ഉത്സവം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. രാത്രി ആചാര വെടിക്കെട്ടും ചന്തയും ഉത്സവവും ഒക്കെ കഴിയുമ്പോഴേക്കും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറയും. ഇവയെല്ലാം കൃത്യമായി ശുചീകരിക്കുന്നത് ചെറുകുന്ന് കണ്ണപുരം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ്. അതിരാവിലെ ഇവർ ഇവിടെ എത്തും. ജൈവ അജൈവ മാലിന്യങ്ങൾ വെവ്വേറെയാണ് ശേഖരിക്കുന്നത്. ക്ഷേത്രം സേവാസമിതിയുടെ പൂർണ്ണ സഹകരണം ഇവർക്കുണ്ട്. വൈകുന്നേരം വരെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ കാണാം. ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന മാലിന്യം എങ്ങനെ കൃത്യമായി ശുചീകരിക്കണം എന്നതിന് കൃത്യമായ ഉത്തരമാണ് 2 പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്നത്. ഒരു നാടിന്റെ ഉത്സവത്തിൽ പങ്കുചേർന്ന് ഏറെ മാതൃകാ പ്രവർത്തനങ്ങളാണ് ഇവരുടേത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ഉത്സവത്തിന്റെ ഭാഗമായി ചെറുകുന്ന് ഹരിതകർമ്മസേനയും കണ്ണപുരം ഹരിതകർമ്മസേനയും ചേർന്ന് രാവിലെ 6:30 തൊട്ടിട്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ചെറുകുന്ന് തറ തൊട്ടിട്ട് അമ്പലം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലെ പ്ലാസ്റ്റിക്കും അതുപോലെ പേപ്പർ വേസ്റ്റ് എല്ലാം മൊത്തത്തിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്ത് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഒരു വൈകുന്നേരത്തോടെയാണ് ഹരിതകർമ്മസേന ഈ അമ്പലത്തിൽ നിന്ന് പോകാൻ പറ്റുന്നത്. മാതൃകാപരമായ ഒരു പ്രവർത്തനം കൊണ്ട് അമ്പലത്തിൽ വന്നവർക്ക് നല്ല രീതിയിൽ ഒരു പേപ്പർ വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക്കോ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും നമ്മളെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ചെറുകുന്ന് പഞ്ചായത്തും കണ്ണപുരം പഞ്ചായത്തിലെയും മുഴുവൻ ഹരിതകർമ്മസേനയാണ് ഈ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൂടെ നമ്മുടെ വാർഡ് മെമ്പർമാർ, ഭരണസമിതി അംഗങ്ങൾ മുഴുവനായി 2 പഞ്ചായത്തിലെത്തിയതിൽ ഇതിൽ ഭാഗമാക്കാവുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ആർട്ടിസ്റ്റ് ബാലൻ നമ്പ്യാർ ജന്മനാടായ കണ്ണപുരം മൊട്ടമ്മലിലെ ദേശപ്രിയ വായനശാല ഗ്രന്ഥാലയത്തിന് 100ഓളം പുസ്തകങ്ങൾ കൈമാറി. ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ, ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും പെയിന്റിംഗിലും പ്രാവീണ്യം തെളിയിച്ച കലാകാരൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റ് ബാലൻ നമ്പ്യാർ. ഇദ്ദേഹത്തിന്റെ ലോഹശില്പങ്ങൾ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലും വെനീസ്, ഇറ്റലി, USA തുടങ്ങിയയിടങ്ങളിലെ മ്യൂസിയങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയ ഇദ്ദേഹത്തിന് നിരവധി ശിഷ്യന്മാരുമുണ്ട്. കണ്ണപുരം സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി ബാംഗ്ലൂരിലാണ് താമസം. വർഷങ്ങൾക്കിപ്പുറം ജന്മനാട്ടിൽ തിരിച്ചെത്തുമ്പോൾ കൈനിറയെ പുസ്തകങ്ങളുമായാണ് അദ്ദേഹം എത്തിയത്. കണ്ണപുരം മൊട്ടമ്മലിലെ ദേശപ്രിയ വായനശാല ഗ്രന്ഥാലയത്തിന് 100ഓളം പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്തു. ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ചരിത്ര നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളായിട്ടും ഒക്കെ അപ്പോഴൊക്കെ എനിക്കൊന്നും അത്രയൊന്നും പ്രാധാന്യം തോന്നിയിട്ടില്ല. ഈ തെയ്യത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്രയധികം ഒരു
ഫോട്ടോ എടുക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യാനുള്ളത് എന്നുള്ള സംശയത്തില്ല അപ്പോഴുണ്ടായിരുന്നത്. പക്ഷേ ബാലൻ നമ്പ്യാർ ഒന്ന് കേൾക്കുമ്പോൾ ചിത്രകാരനെന്നുള്ള നിലയിൽ ഏറെ ഉത്കണ്ഠ, കാണാനുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, അടുത്ത് പെരുമാറാനല്ലെങ്കിലും. പക്ഷേ പിന്നീട് ബാലൻ നമ്പ്യാരെ കുറേ കാലത്തേക്ക് ഞാൻ കണ്ടിരുന്നില്ല, പക്ഷേ കേട്ടുകൊണ്ടിരുന്നു. ബാലൻ നമ്പ്യാർ ഞാൻ ഉദയംമഠ സ്കൂളിൽ 1967-68 കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പാന്തോടത്തെ കുഞ്ഞിഷ്ണ മാഷ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞിഷ്ണ മാഷെ ഇപ്പം ബാലൻ നമ്പ്യാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞിഷ്ണ മാഷ്ക്ക് ഒരു പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാനിങ്ങനെ ബാലൻ നമ്പ്യാരെയും അപ്പോഴുള്ള പുതിയ മൂവ്മെൻറ്റുകൾ, ചിത്രകലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഏറ്റവും സ്പീഡിൽ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 70കളൊക്കെ. വായനശാല പ്രസിഡന്റ് KV ബാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P രവീന്ദ്രൻ, CV സുരേഷ് ബാബു, TV ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രദേശവാസികൾ നാളുകളായി അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റൽ മടത്തുംപടി അമ്പലം റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. പയ്യന്നൂർ കൊക്കാനശ്ശേരി മടത്തുംപടി അമ്പലം മുകുന്ദ ഹോസ്പിറ്റൽ റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്രായോഗ്യമല്ലാതായിട്ട് നാളുകളായി. പ്രശ്നം പരിഹരിക്കാത്തതിനാൽ പ്രദേശവാസികളിൽ നിന്നും പ്രതിഷേധവും ഉണ്ടായിരുന്നു. പയ്യന്നൂർ നഗരസഭ 17-18 വാർഡുകളിലായുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തിക്ക് നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഓവുചാൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ടാറിംഗ് ആരംഭിക്കും. ഈ റോഡിൻ്റെ ഈ പ്രവൃത്തിയിൽ ഇന്നെങ്കിലും നല്ല രീതിയിൽ ഈ പ്രവൃത്തിയിലേക്ക് വന്ന നമ്മുടെ 2 ജനപ്രതിനിധികളെയും അഭിനന്ദിക്കുന്നു. ഇനിയും നല്ല പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പയ്യന്നൂർ നഗരസഭയിലെ മുകുന്ദ ഹോസ്പിറ്റൽ മടത്തുംപടി റോഡ് ഏറെക്കാലമായി പത്രധാരയും മറ്റു മാധ്യമങ്ങളിലും കൂടെ തന്നെ അതിൻ്റെ പ്രയാസം, പൊതുജനങ്ങളെ പ്രയാസം അറിയിച്ചുകൊണ്ട് ഇരുന്ന ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ആവാൻ പോവുകയാണ്. ഈ 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന് ഡ്രെയിനേജും ടാറിങ്ങുമാണ് എസ്റ്റിമേറ്റിലുള്ളത്. അതിൻ്റെ ഡ്രെയിനേജിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ നടന്നു വരികയാണ്. ഡ്രെയിനേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ വർക്ക് കുറച്ചുകൂടി നീണ്ടുപോയത്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ശ്രീ കൊട്ടവിട്ട് തറവാട്ടുകാരുമായി ബന്ധപ്പെട്ട് അവർ സൗജന്യമായി ഡ്രെയിനേജിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകുകയും അവരുടെ ഒരു വലിയ മനസ്സിൻ്റെ ഭാഗമായി ആ പണി ആരംഭിക്കാനും കൂടി സാധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓവുചാലില്ലാത്തത് കാരണമാണ് റോഡിന്റെ ചിലയിടങ്ങൾ കടുത്ത തകർച്ച നേരിട്ടതെന്നും ഓവുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സം മൂലമാണ് റോഡ് നവീകരണം നീണ്ടുപോയതെന്നും മഴയ്ക്ക് മുൻപേ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തളിപ്പറമ്പ് CH സെന്റർ പയ്യന്നൂർ മണ്ഡലം കുടുംബസംഗമം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കള്ളായി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 15 വർഷമായി തളിപ്പറമ്പ് കേന്ദ്രമാക്കി ആതുര സേവന ജീവകാരുണ്യ രംഗത്ത് ചരിത്രമായി മാറിയിരിക്കുകയാണ് തളിപ്പറമ്പ് CH സെന്റർ. സെന്ററിന്റെ പയ്യന്നൂർ മണ്ഡല കുടുംബസംഗമം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താ ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ നമുക്ക് തോന്നുന്നു അത് പറയേണ്ട സമയമായി. പക്ഷേ CH വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞത് പണ്ഡിതന്മാർ ഗ്രന്ഥം ചുമത്തുന്ന കൈതകളാവരുത്. CH മറ്റൊരു അവസരം പറഞ്ഞിട്ടുണ്ട്, ഒരരിശത്തിന്റെ കിടകളിലേക്ക് എടുത്തു ചാടാൻ കഴിയും, പക്ഷേ 1000 തവണ അരിശമുണ്ടായാലും ധനസഹായം കൂടാതെ കിണറിൽ നിന്ന് കരയിൽ കയറാൻ കഴിയില്ല എന്ന് നീ ഓർക്കണം എന്ന് CH പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ ഓർക്കുകയാണ്. CH ഓർക്കുമ്പോൾ CH പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്ന്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുകൂടി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. അതിനെ ഉണർത്താതിരിക്കലാണ് എതിരാളികൾക്ക് ഗുണം എന്ന് നമ്മൾ കഴിഞ്ഞ തവണ ഒന്നുകൂടി ഓർമ്മിച്ചു. പ്രമുഖ പ്രഭാഷകൻ ഖലീൽ ഖുദവി കാസർഗോഡ് മുഖ്യ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഷ്റഫ് KK, പയ്യന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇക്ബാൽ കോയിപ്ര, CH സെന്റർ പയ്യന്നൂർ മണ്ഡലം കോർഡിനേറ്റർ ഹംസ കാട്ടൂർ, സാമൂഹ്യ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബശ്രീ പൊതുസഭ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത കുടുംബശ്രീ പൊതുസഭ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. വി ബാലൻ അധ്യക്ഷത വഹിച്ചു. പി പി ലീല, പ്രീതി കെ വി, ലീല എം വി, ലസിത, രേഖ എം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി സെൻട്രൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി സെൻട്രൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PK രാഘവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ മുഖ്യപ്രഭാഷണം നടത്തി. പഴയകാല പ്രവർത്തകരെ DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ആദരിച്ചു. VV ഉണ്ണികൃഷ്ണൻ, PV സുരേന്ദ്രൻ, KM കോമളവല്ലി, മഹിത മോഹൻ, O വിമല, PP നാരായണി, KA നിതിൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ FCIക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. FCI തൊഴിലാളികൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ അലവൻസ് NFSA കോൺട്രാക്ടർമാർ തടഞ്ഞുവെച്ചതിനെതിരായും 21 വാഗൺ പ്ലേസ്മെന്റ് ചെയ്യുന്ന സ്ഥാനത്ത് 42 BC പ്ലേസ്മെന്റ് ചെയ്യുന്നത് തൊഴിലാളികൾക്ക് വേതനനഷ്ടം ഉണ്ടാക്കുന്നതിലും പ്രതിഷേധിച്ച് CITU, INTUC, AITUC എന്നീ യൂണിയനുകൾ FCIക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ വലിയ അധ്വാനമാണെങ്കിൽ പോലും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്ഥാപനം മുഖേന കഴിയും എന്ന വിശ്വാസം തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു. അത് ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിനകത്തും അവർക്ക് ലഭിച്ചു വരുന്ന വേതനത്തിൽ സാരമായ നിലയിലുള്ള വർധനമാണ് ഓരോ വർഷം കഴിയുന്നതും തൊഴിലാളികൾക്ക് ലഭിക്കുക. എന്നാൽ ഈ സ്ഥാപനത്തിനകത്ത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന AITUC ജില്ലാ കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. FCIWA CITU P ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. INTUC നേതാവ് രമേശൻ A അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എനർജി മാനേജ്മെന്റ് സെന്റർ നേതൃത്വത്തിൽ കുളിർമ ബോധവൽക്കരണ പരിപാടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. ചെറുവത്തൂരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി മലിനീകരണം കുറച്ചുകൊണ്ടുവന്ന് പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് കുളിർമ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കുളിർമ, EMC കേരള, കാൻഫെഡ് സോഷ്യൽ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണം സംസ്ഥാനത്തെ വിവിധ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നുവരുന്നത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ചെറിയ പ്രായത്തിലുണ്ടാകുമ്പോൾ തന്നെ സാക്ഷരതാ പ്രവർത്തനവും അതുപോലെ തന്നെ കാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നാശമൊക്കെ അതിൻ്റെ ഭാഗമായതാണ്. ഒട്ടേറെ നാട്ടിലെ വികസന കാര്യത്തിലും ആസൂത്രണ കാര്യത്തിലും ഒക്കെ ഇടപെട്ട ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാസത്തെ നമ്മളൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയാണ്. അതുപോലെ തന്നെ രാജ്യപ്പാട് നമ്മുടെ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. പുസ്തകങ്ങളൊക്കെ എഴുതി കാര്യങ്ങളൊക്കെ ആ ലെവലിലേക്ക് പോകുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറുന്ന രീതിയിലേക്ക് ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി മാറുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അത് നമ്മൾ
വെൽഫെഡ് സോഷ്യൽ ഫോറം ചെയർമാൻ കൂക്കാനം റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, P പത്മിനി, രാജൻ കൊടക്കാട്, N സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൈതപ്രം കമ്പിപ്പാലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 3ാം വാർഷികാഘോഷം ചൂട്ട് സംഘടിപ്പിച്ചു. M വിജിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൈതപ്രം കമ്പിപ്പാലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 3ാം വാർഷികാഘോഷം ചൂട്ട വിവിധ പരിപാടികളോടെ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ കലാകായിക സാംസ്കാരിക രംഗത്ത് 3 വർഷമായി നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണ്. കമ്പിപ്പാലം ബ്രദേഴ്സിൻ്റെ 3ാം വാർഷികം എന്തുകൊണ്ട് ചൂട്ട് എന്ന പേര് നൽകി എന്നതിനെ സംബന്ധിച്ച അധ്യക്ഷ പ്രസംഗത്തിൽ മാഷ് വളരെ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായി പുതുതലമുറയ്ക്ക് വെളിച്ചം കാട്ടാൻ ആ വാർഷിക പദ്ധതികൾ ഏറ്റെടുത്തപ്പോൾ ചൂട്ടിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഏതായാലും 3ാം വാർഷികവും ലഹരിക്കെതിരായ ഒരു പോരാട്ടം, നാട് ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ് കമ്പിപ്പാലം ബ്രദേഴ്സ് ഏറ്റെടുക്കുന്നത്. പ്രശാന്ത് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NK സുജിത്ത്, നാരായണൻ പുത്തലത്ത്, ME രാജഗോപാലൻ, KV മനോജ്, N ദീപ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വ്യാപാരി സാന്ത്വന പദ്ധതിയുടെ ഏരിയ തല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. TI മധുസൂദനൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വ്യാപാരി സാന്ത്വന പദ്ധതിയുടെ ഏരിയാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ TI മധുസൂദനൻ MLA പയ്യന്നൂർ ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിജയകുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തീർച്ചയായിട്ടും ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു പദ്ധതിയാണിത്. വ്യവസായ സമൂഹത്തെ, വ്യാപാര സമൂഹത്തെ ചേർത്തുപിടിച്ച് സമൂഹത്തിൻ്റെ തന്നെ ഗുണപരമായ മാറ്റത്തിന് വഴിയൊരുക്കത്തക്ക നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കേണ്ടത് എല്ലാവരുടെയും താല്പര്യവും ആഗ്രഹവുമാണ്. ചടങ്ങിൽ സാന്ത്വനം പദ്ധതി പയ്യന്നൂർ ഏരിയ കൺവീനർ PV ഗോപി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, പ്രസിഡന്റ് KV മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം T ബാലകൃഷ്ണൻ, P പ്രകാശൻ, V കൃഷ്ണൻ, P ഗോപാലൻ, V ശിവദാസൻ, M നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെന്റ്, മഹാദേവ ഗ്രാമം കോൽക്കളി സംഘം എന്നിവയുടെ വാർഷികാഘോഷവും കോൽക്കളി ചരടുകുത്തി കോൽക്കളി അരങ്ങേറ്റവും ഏപ്രിൽ 27-ന് നടക്കും. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെന്റ്, മഹാദേവ ഗ്രാമം കോൽക്കളി സംഘം എന്നിവയുടെ വാർഷികാഘോഷവും കോൽക്കളി ചരടുകുത്തി കോൽക്കളി അരങ്ങേറ്റവും മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടക്കും. K ശിവകുമാറിന്റെ ശിക്ഷണത്തിൽ കോൽക്കളി പരിശീലനം പുരോഗമിക്കുന്നു. പരിപാടി ഏപ്രിൽ 27-ന് വൈകുന്നേരം 6 മണിക്ക് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. എതിർദിശ സുരേഷ്, ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അനുസ്മരണം നടത്തും. തുടർന്ന് K ശിവകുമാർ പരിശീലിപ്പിച്ച കോൽക്കളി ബാച്ചിന്റെ അരങ്ങേറ്റം നടക്കും. രാത്രി 9 മണിക്ക് വള്ളുവനാട് ബ്രഹ്മയുടെ നാടകം വാഴവ്യമായം അരങ്ങേറും. മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മഹാദേവ ഗ്രാമം കോൽക്കളി സംഘത്തിൻ്റെയും വാർഷികാഘോഷം ഈ വരുന്ന 27-ന് നടക്കുകയാണ്. അതോടനുബന്ധിച്ച് മഹാദേവ ഗ്രാമം കോൽക്കളി സംഘം കഴിഞ്ഞ 1 വർഷമായി പരിശീലിപ്പിച്ചു വരുന്ന കോൽക്കളി കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കോൽക്കളിയും അതുപോലെ തന്നെ ചരടുകുത്തി കോൽക്കളിയുടെയും അരങ്ങേറ്റം കൂടി കുറിക്കുകയാണ്. ഈ ബാച്ച് 32 പേരടങ്ങുന്ന ഒരു ബാച്ചാണ്. 7 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ പഠിതാക്കളാണ്. കഴിഞ്ഞ 1 വർഷത്തെ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് പയ്യന്നൂർ കോൽക്കളിയിലെ എല്ലാ കളികളും അഭ്യസിച്ചുകൊണ്ട് ഈ കുട്ടികൾ അരങ്ങേറ്റത്തിനെത്തുന്നത്. മുഴുവൻ ആളുകളെയും അരങ്ങേറ്റത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പയ്യന്നൂർ കണ്ടോത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചെസ് കുടുംബം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 27-ന് ഏകദിന ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു.
കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 50,000 രൂപ ക്യാഷ് പ്രൈസും 40-ലധികം ട്രോഫികളും സമ്മാനമായി നൽകും. ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കണ്ടോത്ത് കേന്ദ്രമായി രൂപീകരിച്ച സംഘടനയാണ് ചെസ് കുടുംബം. കുട്ടികൾക്കായി നിരന്തരം ക്ലാസുകൾ നൽകിക്കൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് ചെസ് കുടുംബം ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. 2014 പ്രവർത്തനം ആരംഭിച്ച കൂട്ടായ്മ നിരവധി ചെസ് മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഫിഡ റേറ്റഡ് ടൂർണമെന്റുകളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു. ഏപ്രിൽ 27 കണ്ടോത്ത് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 15 വയസ്സിന് താഴെയുള്ളവർക്കും മുതിർന്നവർക്കും പ്രത്യേക മത്സരങ്ങൾ ഉണ്ടായിരിക്കും. 50,000 രൂപ ക്യാഷ് പ്രൈസും 40-ലധികം ട്രോഫികളും സമ്മാനമായി നൽകും. ഏപ്രിൽ 27 രാവിലെ 10 മണിക്ക് പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനവും അന്ന് വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ MLA TA മധുസൂദനൻ സമ്മാനദാനവും നിർവഹിക്കും. മാധ്യമസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KU രാധാകൃഷ്ണൻ, കൺവീനർ ശിവസ്വാമി വണ്ണാടിൽ, പ്രസന്ന VK, ഗംഗാധരൻ മേലേടത്ത്, KP ശ്രീധരൻ, VP രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ കോയോങ്കര കൂവാരത്ത് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആദ്യം വിഷ്ണു സഹസ്രനാമം, പിന്നെ ലളിതാ സഹസ്രനാമം, പിന്നെ ശിവന്റെ സഹസ്രനാമം, പിന്നെ മൂകാംബിയുടെ മന്ത്രങ്ങൾ, അയ്യപ്പന്റെ കീർത്തനങ്ങൾ, അത് കഴിഞ്ഞ് പൂങ്കാനത്തിന്റെ ജ്ഞാനപ്പാന അടക്കം 1.5 മണിക്കൂറോളം മന്ത്രങ്ങൾ ലഭിച്ചതിനു ശേഷമാണ് രാവിലെ എന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. 1 മണിക്കൂർ നടക്കാൻ പോകും. അതുകൊണ്ട് ഈ മന്ത്രങ്ങൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വിഗ്രഹങ്ങളിൽ ദിവസവും ജപങ്ങൾ നടക്കുമ്പോൾ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് വിഗ്രഹങ്ങൾക്ക് ശക്തി കൂടുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കളിയാട്ട മഹോത്സവ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രകാശനം ചെയ്തു. തറവാട് കാരണവർ K കുഞ്ഞിരാമൻ ഏറ്റുവാങ്ങി. ഏറ്റുകൊടുക്ക അവധൂത ആശ്രമം സ്വാമി സാധു വിനുസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വിശിഷ്ടാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ P ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സുവനീർ കവർ ചിത്രം തയ്യാറാക്കിയ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, എഡിറ്റർ ചന്ദ്രൻ മുട്ടത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തിരുവാതിര പരിശീലിപ്പിച്ച കൃഷ്ണപ്രിയ വൈശാഖ്, നാടൻപാട്ട് പരിശീലക രജിമ വടക്കേവളപ്പ് എന്നിവർക്ക് ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജനറൽ കൺവീനർ K ശശി, സുവനീർ കൺവീനർ K രാജൻ, സംഘാടക സമിതി രക്ഷാധികാരികളായ K കുഞ്ഞമ്പു നായർ, K കുഞ്ഞിരാമൻ, K ഗോവിന്ദൻ നായർ, R പ്രദീപ് കുമാർ, TT പവിത്രൻ, T ജയചന്ദ്രൻ മാസ്റ്റർ, രാജൻ കഞ്ചിയിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സോക്കർ കുന്നരുവിന്റെ ആഭിമുഖ്യത്തിൽ 1ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 19 മുതൽ സോക്കർ മൈതാനത്ത് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കൈതപ്രത്തെ രാധാകൃഷ്ണൻ വധക്കേസിൽ തോക്ക് നൽകിയ പ്രതി അറസ്റ്റിലായി. പെരുമ്പടവ് സ്വദേശി സജോ ജോസഫിനെയാണ് കേസന്വേഷിക്കുന്ന പരിയാരം SHO MP വിനീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള AKP അവാർഡ് കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഏറ്റുവാങ്ങി. അനുസ്മരണ പരിപാടി എഴുത്തുകാരിയും കോളമിസ്റ്റുമായ സുധാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവെള്ളൂരിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം PV വത്സല ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.